Assalamu alaikum. Good morning, my dear students. Welcome back to our English class. Then we can continue our one-act play. What is the name of the one-act play? Yes, the Hour of Truth. Very interesting story. Okay. Do you like the story? Okay. Yes. Okay. Then now take page number 140. We can continue. 140. Now who enters to the scene? Yes, the foreign tourist. The foreign tourist. Now the foreign tourist enters. He is dark and sinister, dressed in black and speak with an accent. Okay, he is in dark and sinister, dressed in black and speaks with an accent. Accent എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാര ഭാഷയിൽ വരുന്ന സ്ലാങ് ഒരു പ്രത്യേക ട്യൂണിൽ സംസാരിക്കുന്നതാണ് ആക്സെൻ്റ് എന്ന് പറയുന്നത്. അതായത് അത് അവരുടെ ഒരു പക്ഷേ രാജ്യത്തെ ഇപ്പം നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷ് അതുപോലെ ബ്രിട്ടൻ ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ പറയാറില്ലേ, അപ്പം അതുപോലെ അതിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഇന്ത്യൻ ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ആക്സെൻറ്റ് സംസാരിക്കുമ്പോൾ ആ ആക്സെൻറ്റ് കറക്റ്റായിട്ട് വരുന്ന ഒരാൾ കൂടിയായിരുന്നു ആ ഫോറിൻ ടൂറിസ്റ്റ്. അതായത് അയാൾ വരുന്ന രാജ്യത്തെ ലാംഗ്വേജിൻ്റെ ആക്സെൻറ്റ് അയാളുടെ ഭാഷയിലുണ്ടായിരുന്നു. ദെൻ ടൂറിസ്റ്റ്, ഗുഡ് മോർണിംഗ്. അസിസ്റ്റൻറ്റ്, ഗുഡ് മോർണിംഗ് സർ, ക്യാൻ ഐ ഹെൽപ്പ് യു? ടൂറിസ്റ്റ്, I wish that this parcel be sent to my friend. I wish that this parcel be sent to my friend. I want to send this parcel to my friend. എനിക്ക് എന്ത് ചെയ്യണം? ഈ പാഴ്സൽ എൻ്റെ ഫ്രണ്ടിന് സെൻഡ് ചെയ്യണം. Then assistant, certainly sir, may I wait for you? Tourist, laying his gloves on the counter. Laying his gloves on the counter. ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് എവിടെ വെച്ചു? കൗണ്ടറിൻ്റെ മുകളിൽ വെച്ചു. ഗുഡ്, താങ്ക് യു സോ വെൽ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ആക്സെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗുഡ് എന്നുള്ളതിന് ഗുഡ്, താങ്ക് യു സോ വെൽ. ആ സ്പെല്ലിങ് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. ഗുഡ് എന്ന് പറയുമ്പോൾ GOOD ആണ് നമ്മൾ ഇവിടെ എന്താണ് ആക്സെൻ്റ് വരുന്നത്, ഗുഡ്. ദെൻ താങ്ക് യു സോ വെൽ, WELL എന്നുള്ള വെൽ ആണ് VELL എന്ന് പറയുന്നത്. ദെൻ അസിസ്റ്റൻറ്റ്, ഐ വിഷ് മോർ പീപ്പിൾ വുഡ് പാക്ക് ദെയർ പാർസൽ ആസ് വെൽ ആസ് ദിസ്. മൈ ഗുഡ്നസ്, ഹൗ ഹെവി ഇറ്റ് ഈസ്, ഇറ്റ് വിൽ കോസ്റ്റ് യു 5 shillings. ഐ വിഷ് മോർ പീപ്പിൾ വുഡ് പാക്ക് ദെയർ പാർസൽ ആസ് വെൽ ആസ് ദിസ്. ദെൻ മൈ ഗുഡ്നസ്, ഹൗ ഹെവി ഇറ്റ് ഈസ്, എന്തൊരു ഭാരം അല്ലേ. ഇറ്റ് വിൽ കോസ്റ്റ് യു 5 shillings. നിങ്ങളിതിന് 5 shillings അടക്കേണ്ടി വരും. ദെൻ ടൂറിസ്റ്റ്, thank you so much. He walks away, hesitates and returns. I regret that I could not, how you say, post early for Christmas, but I have arrived in your country only a few days ago. He walks away and he hesitates and returns. വീണ്ടും തിരിച്ചു വന്നിട്ട് I regret that I could not, how you say, നിങ്ങൾ എന്താ പറഞ്ഞത്, ഞാനത് മറന്നുപോയി. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്, ക്രിസ്മസിന് മുമ്പ് പോസ്റ്റ് ചെയ്യണം എന്നല്ലേ. ബട്ട് ഐ ഹാവ് അറൈവ്ഡ് ഇൻ യുവർ കൺട്രി, ഞാൻ നിങ്ങളുടെ രാജ്യത്ത് എത്തിയത് ഓൺലി എ ഫ്യൂ ഡേയ്സ് എഗോ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. ദെൻ അസിസ്റ്റൻറ്റ്, ഇഫ് ഇറ്റ് ഈസ് എ പ്രസൻറ്റ്, ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഇൻ ടൈം സർ. ഇഫ് ഇറ്റ് ഈസ് എ പ്രസൻറ്റ്, ഇത് പ്രസൻറ്റ് ആണെങ്കിൽ, ഇത് ഒരാൾക്ക് കൊടുക്കാനുള്ള പ്രസൻറ്റ് ആണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഇൻ ടൈം സർ, അത് സമയത്തിന് എത്തണം എന്നാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് പറയുന്നത് എന്താണ്? ഇഫ് ഇറ്റ് ഈസ് എ പ്രസൻറ്റ്, ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഇൻ ടൈം സർ. ദെൻ ടൂറിസ്റ്റ്, ഇറ്റ് ഈസ് എ പ്രസൻറ്റ്, എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്രസൻറ്റ്, ബട്ട് ടെൽ മീ ഹൗ ലോങ് ബിഫോർ ഇറ്റ് ഗോസ് ടു ദ ജനറൽ പോസ്റ്റ് ഓഫീസ് ടു ബി സോർട്ടഡ്. ദെൻ യെസ്, ഇറ്റ് ഈസ് എ പ്രസൻറ്റ്, എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്രസൻറ്റ്, ബട്ട് ടെൽ മീ, എന്നോട് പറയണം, ഹൗ ലോങ് ബിഫോർ ഇറ്റ് ഗോസ് ടു ദ ജനറൽ പോസ്റ്റ് ഓഫീസ് ടു ബി സോർട്ടഡ്. അപ്പോൾ ഇത് ജനറൽ പോസ്റ്റ് ഓഫീസിൽ എപ്പോൾ എത്തും എന്നുള്ളത്
അല്ലെങ്കിൽ എപ്പോൾ എത്താൻ കഴിയും എന്നുള്ളത് എന്നോട് പറയണം. ദെൻ അസിസ്റ്റൻറ്റ്, ഇറ്റ് വിൽ ബി കളക്റ്റഡ് അറ്റ് മിഡ് ഡേ. ഇറ്റ് വിൽ ബി കളക്റ്റഡ് അറ്റ് മിഡ് ഡേ. അപ്പോൾ ഉച്ച പകുതി ദിവസം ആകുമ്പോഴേക്ക് എന്ത് ചെയ്യും, അത് കളക്റ്റ് ചെയ്യും. ദെൻ ടൂറിസ്റ്റ്, ദാറ്റ്സ് ഗുഡ് ആൻഡ് ദേ വിൽ ടേക്ക് ഗ്രേറ്റ് കെയർ ഓഫ് മൈ പാർസൽ ദർ. യെസ്, ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ് ആൻഡ് ദേ വിൽ ടേക്ക് കെയർ, അവർ സൂക്ഷിക്കുമായിരിക്കും അല്ലേ, ഓഫ് മൈ പാർസൽ ദർ, അവിടെ എൻ്റെ പാഴ്സൽ അവർ നന്നായി കെയർ ചെയ്യുമായിരിക്കും അല്ലേ. യെസ്. ദെൻ അസിസ്റ്റൻറ്റ്, യെസ്. ടൂറിസ്റ്റ്, ഗുഡ് ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി ഓപ്പൺഡ്. നോ, ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി ഓപ്പൺഡ്, ഓപ്പൺ ചെയ്യില്ലല്ലോ. നോ. അസിസ്റ്റൻറ്റ്, യെസ്, ഐ മീൻ നോ, ഓപ്പൺ ചെയ്യില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അവർ പറയാണ്. ദെൻ ടൂറിസ്റ്റ്, സോ മീൻസ് സോ, ആൻഡ് യു ഡു നോട്ട് തിങ്ക് ഇറ്റ് വിൽ ബി സ്റ്റോളൻ. യെസ്, ആൻഡ് ഡു നോട്ട് തിങ്ക് ഇറ്റ് വിൽ ബി സ്റ്റോളൻ. യെസ്. സ്റ്റോളൻ എന്ന് പറഞ്ഞാൽ എന്താ, മോഷണം പോവാം. ഓക്കെ, ഇത് മോഷ്ടിക്കപ്പെടില്ലല്ലോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പോൾ ഇനി മറുപടി പറയുന്നത് എന്താണ്, അസിസ്റ്റൻ്റ് യെസ് എന്നാണ്. എന്നിട്ട് തിരുത്തിയിട്ട് പറയാണ്, ദാറ്റ് ഈസ് ഐ മീൻ നോ, ഞാൻ ഉദ്ദേശിച്ചത് നോ എന്നാണെന്ന്. ദെൻ ടൂറിസ്റ്റ്, ദാറ്റ് ഈസ് ഗുഡ്. ദാറ്റ് ഈസ് ഗുഡ് മീൻസ് ദാറ്റ് ഈസ് ഗുഡ്. ഐ വിഷ് യു ഗുഡ് ഡേ. ദാറ്റ് ഈസ് ഗുഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്. ഐ വിഷ് യു ഗുഡ് ഡേ, ഞാനൊരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, നേരത്തെ ആക്സെൻ്റ് എന്ന് പറയുന്നതാണ്, അവിടെ വിഷ് എന്നുള്ളതിന് ഡബ്ല്യുവിന് പകരം വി ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഗുഡ് എന്നുള്ളതിന് ടിക്ക് പകരം ഡി ആണ്. ഹീ ഗോസ് ഔട്ട് ലീവിങ് ഹിസ് ഗ്ലൗഡ് ബിഹൈൻഡ്. ആ ഗ്ലൗസ് അവിടെ വെച്ചുകൊണ്ട് മറന്നുകൊണ്ട് അയാൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോകുന്നു. അസിസ്റ്റൻറ്റ്, വാട്ട് എ സ്ട്രേഞ്ച് മാൻ. എന്തൊരു അപരിചിതനാണ്, എന്തൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള മനുഷ്യനാണ് ഇയാൾ. ഹി മെയ്ഡ് മീ ഷഡർ. ഐ സപ്പോസ് ഹീ ഈസ് വൺ ഓഫ് ദോസ് ഫോറിൻ ടൂറിസ്റ്റ്. ഐ വണ്ടർ what is in parcel. He seems very anxious about it. Then he made me shudder. I suppose he is one of those foreign tourists. ആ ഫോറിൻ ടൂറിസ്റ്റിലെ ഒരാളാണ് ഇയാളെന്ന് ഞാൻ ഊഹിക്കുന്നു. ഐ വണ്ടർ, ഞാൻ അത്ഭുതപ്പെടുന്നു. വാട്ട്സ് ഇൻ ദ പാഴ്സൽ, ഈ പാഴ്സലിൽ എന്തായിരിക്കും. ഹി സീംഡ് വെരി ആങ്ഷ്യസ് അബൌട്ട്. അയാൾ ആ പാഴ്സലിനെ കുറിച്ച് വളരെ ഉത്കണ്ഠ കാണിക്കുന്നുണ്ട്. എന്തായിരിക്കും ആ പാഴ്സലിൽ. ബേട്ടി ഗോസ് ടു ദ പാഴ്സൽ ആൻഡ് ലുക്സ് അറ്റ് ഇറ്റ്. അങ്ങനെ ബേട്ടി ആ പാഴ്സലിൻ്റെ അടുത്തേക്ക് പോകുന്നു, എന്നിട്ട് അതിലേക്ക് നോക്കുന്നു. മിസ്സിസ് സ്മിത്ത് ടു ഫാമർ, കുഡ് യു റിയലി മാനേജ് എ ടർക്കി ഫോർ ക്രിസ്മസ് മിസ്റ്റർ ബ്രൗൺ. ഫാമർ, യെസ്, ഐ തിങ്ക് ഐ ക്യാൻ സ്പെയർ വൺ. മിസ്സിസ് സ്മിത്ത്, താങ്ക് യു വെരി മച്ച് മിസ്റ്റർ ബ്രൗൺ. ദെൻ മിസ്സിസ് ഹിഗിൻസ്, ബേട്ടി കം അവേ ഫ്രം ദ പാഴ്സൽ അറ്റ് വൺസ്. ആ പാഴ്സലിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു പോകാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ബേട്ടി, കുട്ടികളറിയാം, നമുക്കറിയാം കുട്ടികൾ എപ്പോഴും എന്തായിരിക്കും, ഭയങ്കര മിസ്ഷീവായിരിക്കും, വികൃതിയായിരിക്കും, ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല. അപ്പോൾ നമ്മുടെ ബേട്ടി ചെയ്യുന്നത് എന്താണ്, പാഴ്സലിൻ്റെ അടുത്തേക്ക് പോയി. അത് കണ്ടപ്പോൾ അമ്മ അവനെ എന്ത് ചെയ്യണേ, അങ്ങോട്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് വിലക്കുകയാണ്. ദെൻ ബേട്ടി, ബട്ട് മാ, പക്ഷേ അമ്മേ. മിസ്സിസ് ഹിഗിൻസ്, ബട്ട് ഹിഗിൻസ്, യു വിൽ ഹാവ് നോ എൻജോയ് ഹിസ് ക്രിസ്മസ് ദിസ് ക്രിസ്മസ് ആൻഡ് നത്തിങ് എൽസ് ഇഫ് യു ഡോണ്ട് കം ഹിയർ ദിസ് വെരി മിനിറ്റ്. ബട്ട് ഹിഗിൻസ്, യു വിൽ ഹാവ് നോ എൻജിൻ, നിനക്ക് ഒന്നും വാങ്ങിത്തരില്ല, ഒരു എൻജിനും വാങ്ങിത്തരില്ല ദിസ് ക്രിസ്മസ്, ഈ ക്രിസ്മസിന്. നത്തിങ് എൽസ് ഇഫ് യു ഡോണ്ട് കം ഹിയർ, ഒന്നും നിനക്ക് വാങ്ങിത്തരില്ല ഇഫ് യു ഡോണ്ട് കം ഹിയർ, നീ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ, ദിസ് വെരി മിനിറ്റ്, ഈ നിമിഷം നീ ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് എൻജിനും വാങ്ങിത്തരില്ല ഈ ക്രിസ്മസിന്, നിനക്ക് ഒന്നും വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞ അമ്മ മകനെ ഭീഷണിപ്പെടുത്താണ്. നമ്മളെ കുട്ടികളോട് പറയാമെന്നുള്ളതാണ് അല്ലേ. ദെൻ ബേട്ടി, ബട്ട് മാം ലിസൺ ടു ദിസ് പാഴ്സൽ, പക്ഷേ അമ്മേ ഈ പാഴ്സലൊന്ന് ശ്രദ്ധിക്കൂ. മിസ്സിസ് ഹിഗിൻസ്, ഐ വിൽ ഡു നോ സച്ച് തിങ് ആൻഡ് നൈദർ വിൽ യു. ബേട്ടി ഹിഗിൻസ്, ഐ വിൽ ഡു നോ സച്ച് തിങ്സ്, ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നൈദർ വിൽ യു, നീയും ചെയ്യാൻ പാടില്ല. ബേട്ടി ഹിഗിൻസ്. അസിസ്റ്റൻറ്റ്, ഹിയർ സണ്ണി, വാട്ട്സ് ദ മാറ്റർ, എന്താണ് മോനെ, എന്താ കാര്യം. ബേട്ടി, പ്ലീസ് മിസ്, ഈസ് ദിസ് പാഴ്സൽ, it ain't half making a funny noise. Then miss, please listen this parcel. It make
എ ഫണ്ണി നോയ്സ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു നോയ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഈ പാഴ്സലിൽ നിന്നൊരു നോയ്സ് പുറത്ത് വരുന്നുണ്ട്. മിസ്സിസ് ഹിഗിൻസ്, ain't half indeed, where is your grammar? അപ്പോൾ അവൻ പറയുന്നത് തെറ്റി പറയുമ്പോൾ അമ്മ പറയാണ് വേർ ഇസ് യുവർ ഗ്രാമർ, നിൻ്റെ ഗ്രാമറൊക്കെ എവിടെയെന്ന്, നിൻ്റെ ഗ്രാമറൊക്കെ എവിടെ, നീ എന്താണ് പറയുന്നത്? ബേട്ടി ഷീ ഈസ് അറ്റ് ഹോം വാച്ചിങ് ദ ടെലിവിഷൻ. എൻ്റെ ഗ്രാമർ എവിടെയാണ്? എൻ്റെ ഗ്രാമർ ഷീ ഈസ് അറ്റ് ഹോം, അവൾ വീട്ടിലുണ്ട്. വാച്ചിങ് ദ ടെലിവിഷൻ, എന്ത് ചെയ്യാണ്? ടെലിവിഷൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിസ്സിസ് ഹിഗിൻസ്, വെയിറ്റ് ടിൽ ഐ ഗെറ്റ് യു ഹോം യു ചീക്കി ലിറ്റിൽ മങ്കി. അപ്പം അമ്മ മകനോട് പറയാണ് വെയിറ്റ്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് വാ. യു ചീക്കി ലിറ്റിൽ മങ്കി. മകനെ വിളിക്കുകയാണ് യു ചീക്കി ലിറ്റിൽ മങ്കി. ദെൻ അസിസ്റ്റൻറ്റ്, ദാറ്റ്സ് വെരി സ്ട്രേഞ്ച്, ഐ വുഡ് സ്വിയർ ദർ വാസ് എ ടിക്കിംഗ് നോയ്സ്. ശരിയാണല്ലോ, ഞാനും കേൾക്കുന്നുണ്ടല്ലോ ഒരു ടിക്കിംഗ് നോയ്സ്. ഫാർമർ, മിസ് ഐ ക്യാൻ ഹിയർ എ നോയ്സ് ടു. ഞാനും കേൾക്കുന്നുണ്ട്. ആര്? ഫാർമർ. യെസ് മിസ് ഐ ക്യാൻ ഹിയർ എ നോയ്സ് ടു. ദെൻ മിസ്സിസ് ജോൺസ്, സോ ക്യാൻ യു? മിസ്സിസ് സ്മിത്ത്, yes, there is no doubt about it. Yes, I can hear. I also hear. അവരെല്ലാവരും പറയാണ്. Then gentleman, what's going on here? Who can hear the what? What's going on here? എന്താ ഇവിടെ നടക്കുന്നത്? Who can hear the what? എന്താണ്? ആരാണ് കേട്ടത്? Old lady, yes indeed, I can hear a most peculiar sound. I wonder that it can be. ഞാനും കേൾക്കുന്നുണ്ട് ഒരു പെക്യുലിയർ സൗണ്ട്. ഐ വണ്ടർ, ഞാൻ അത്ഭുതപ്പെടുന്നു. വാട്ട് ഇറ്റ് ക്യാൻ ബി, എന്തായിരിക്കും അത്? ദെൻ ഫാർമർ, ഐ നോ വാട്ട് ഇറ്റ് ക്യാൻ ബി, ഇറ്റ്സ് എ ടൈം ബോംബ്. ഐ നോ, എനിക്കറിയാം, അതെന്താണ്? ഇറ്റ്സ് എ ടൈം ബോംബ്. എവറിബഡി, എല്ലാവരും കൂടെ, എ ടൈം ബോംബ്? ടൈം ബോംബ് വേർ? എവിടെ? ടൈം ബോംബോ എവിടെ? ഫാർമർ, ഐ വിൽ ടെൽ യു വേർ ഇൻ ദാറ്റ് പാഴ്സൽ. എവിടെയാണെന്ന് ഞാൻ പറയാം. ഇൻ ദാറ്റ് പാഴ്സൽ, ആ പാഴ്സൽ. Then old lady, excuse me, but what is a time bomb? Old lady, excuse me, but what is a time bomb? Farmer, if we don't do something, you will find out soon enough, mom. If you don't do something, നമ്മളൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ you will find out soon enough, mom. ടൈം ബോംബ് എന്താണെന്ന് ചോദിക്കുകയാണ് ആര്? ഓൾഡ് ലേഡി. അപ്പോൾ പറയാണ് നമ്മളിപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും എന്താണ് ടൈം ബോംബ് എന്നുള്ളത്. ജെന്റിൽമാൻ, വാട്ട്സ് ഓൾ ദ ഫസ് ഔട്ട്? എന്താ എല്ലാവരും പിറുപിറുക്കുന്നത്? എന്താ എല്ലാവരും ഫസ് ഔട്ട് പിറുപിറുക്കുന്നത്? ഓൾഡ് ലേഡി, ഇറ്റ്സ് സംതിങ് അബൌട്ട് എ ടൈം ബോംബ്. അത് ടൈം ബോംബിനെ കുറിച്ചാണ് എന്ന് ആര് പറയുന്നു? ഓൾഡ് ലേഡി. ജെന്റിൽമാൻ, ടോം ഹൂ? ടോം ഹൂ? ആരെ ടോം? ഫാർമർ, വി വുഡ് ബെറ്റർ സെൻഡ് ഫോർ എ പോലീസ്മാൻ. നമുക്ക് ഒരു പോലീസ്മാനെ വിളിക്കുകയാണ് ഏറ്റവും ബെറ്റർ എന്ന് ആര് പറയുന്നു? ഫാർമർ. മിസ്സിസ് ഹിഗിൻസ്, ബെറ്റി ഗോ ആൻഡ് ഫെച്ച് എ പോലീസ്മാൻ. പോയിട്ടൊരു പോലീസ്മാനെ വിളിച്ചിട്ട് വാ എന്ന് അമ്മ മകനോട് പറയുന്നു. ബെറ്റി ഗോസ് ഔട്ട്. ബെറ്റി പുറത്തേക്ക് പോകുന്നു. അസിസ്റ്റൻറ്റ്, ഐ വിൽ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. ഞാനിതിനെ പുറത്തെടുക്കാം. ഷീ ഗോസ് ടു പിക്ക് ഇറ്റ് അപ്പ്. അവളത് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആര്? അസിസ്റ്റൻറ്റ്. ഫാർമർ, നോ, വേണ്ട, ലീവ് ഇറ്റ് വേർ ഇറ്റ് ഈസ് ബിഫോർ യു ബ്ലോസ് ആസ് ഓൾ അപ്പ്. ഓക്കെ, അതിനവിടെ വിട്ടേക്കൂ. ഇസ് ബോൾ ബിഫോർ യു ബ്ലോസ് ആസ് ഓൾ അപ്പ്. ദെൻ അസിസ്റ്റൻറ്റ്, ബട്ട് വാട്ട് ഷാൾ ഐ ഡു? എന്ത് ചെയ്യും? ദെൻ ഫാർമർ, ലിസൺ, ഐ ആം ഷുവർ ഇറ്റ്സ് ഗെറ്റിംഗ് ലൗഡർ. എനിക്ക് ഉറപ്പാണ് അത് സൗണ്ട് കൂടി വരുന്നുണ്ട് എന്ന്. അസിസ്റ്റൻറ്റ്, യെസ് ഇറ്റ് ഈസ്. ഓ ഡിയർ. ദെൻ ഫാർമർ, ടേക്ക് കവർ എവരിബഡി. എല്ലാവരും മറഞ്ഞു നിന്നോളൂ. ദേ ഓൾ ഹൈഡ്. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുന്നു? മറഞ്ഞ് നിൽക്കുന്നു. ദെൻ ജെന്റിൽമാൻ, ഓ ഐ സി, ഹൈഡ് ആൻഡ് സീക്ക്. അപ്പോൾ ജെന്റിൽമാൻ പറയാണ്, എനിക്ക് മനസ്സിലായി, എല്ലാവരും ഒളിച്ചു കളിയാണല്ലേ എന്ന് ആര് പറയുന്നു? നമ്മുടെ ജെന്റിൽമാൻ പറയുന്നു. മൂപ്പർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ മൂപ്പർക്ക് ചെവി കേൾക്കൂലല്ലോ അല്ലേ എന്താ നടക്കുന്നത് എന്ന്. ഓക്കെ, ദെൻ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.
അപ്പോൾ ഇതുവരെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ എഴുതിയിട്ട് അയക്കുക. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാവും? ഓക്കെ, 14 ക്വസ്റ്റ്യൻ അല്ലേ? 14 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് സെൻഡ് ചെയ്യാം, എഴുതിയിട്ട് സെൻഡ് ചെയ്യാം. 14ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡു ദ പീപ്പിൾ ഇൻ ദ പോസ്റ്റ് ഓഫീസ് ട്രൈ ടു ഹൈഡ് ദംസെൽസ്? എന്തുകൊണ്ടാണ് ആ പോസ്റ്റ് ഓഫീസിലുള്ള ആളുകൾ സ്വയം ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചത്? ദെൻ 13, വൈ ഡസ് എവറി വൺ ഇൻ ദ പോസ്റ്റ് ഓഫീസ് ബിക്കം ആങ്ഷ്യസ് എബൌട്ട് ടൂറിസ്റ്റ് പാഴ്സൽ? എന്തുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസിലുള്ള എല്ലാവരും ആ ടൂറിസ്റ്റിൻ്റെ പാഴ്സലിൽ ഉത്കണ്ഠാകുലരായത്? എന്തായിരുന്നു അതിന് കാരണം? ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഈസ് ദ ടൂറിസ്റ്റ് വെരി ആങ്ഷ്യസ് എബൌട്ട് ഹിസ് പാഴ്സൽ? എന്തുകൊണ്ടാണ് ആ ടൂറിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പാഴ്സലിൽ എന്ത് ചെയ്തത്? ഒരുപാട് ആങ്ഷ്യസ് ആവാൻ കാരണം എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ പാഴ്സലിൽ ആങ്ഷ്യസ് ആവാനുള്ള കാരണം എന്താണ്? ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ അസിസ്റ്റൻറ്റ് ടെൽ ദ ടൂറിസ്റ്റ് ദാറ്റ് ദ പാഴ്സൽ വാസ് ഇൻ ടൈം? എന്തുകൊണ്ടാണ് അസിസ്റ്റൻറ്റിനോട് ടൂറിസ്റ്റ് പാഴ്സൽ ടൈമിന് എത്തും എന്ന് പറയാൻ കാരണം? നെക്സ്റ്റ്, ഓക്കെ, വാട്ട് വാസ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓൺ? 9th ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ എ ടൈം ബോംബ് ഡിറ്റക്റ്റഡ്? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. എഴുതി വിട്ട് തന്നവരുണ്ട്, എഴുതി വിട്ട് തരാത്തവരുണ്ട്. അപ്പോൾ എഴുതി വിട്ട് തരാത്തവർ അതും കൂടെ കൂട്ടിയിട്ട് എഴുതി വിട്ട് തരിക, ബാക്കിയുള്ളവർ എഴുതി വിടുക. ഓക്കെ, നമ്മുടെ സ്കൂള് ഏകദേശം നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡിസംബറിൽ നിങ്ങളെ ബാച്ചാക്കി തിരിച്ചിട്ട് കുട്ടികളെ സ്കൂളിലേക്ക് വരുത്തിച്ച് നോട്ട് നോക്കാനും അതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ടെക്സ്റ്റ് അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാത്തവർ നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് ഇതുവരെ എടുത്തത് വരെ നന്നായിട്ട് വായിച്ച് പഠിക്കുക. മേ ബി വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ആൻസർ എഴുതിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ എന്തുകൊണ്ടും എപ്പോഴും എന്തായിരിക്കുക, പിന്നെ അലേർട്ടായിരിക്കുക. കാരണം നിങ്ങളുടെ സി മാർക്ക് ഇടാനായിട്ട് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ സി മാർക്ക് ഇടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ നോട്ടും അതുപോലെ നിങ്ങളുടെ വർക്കുകളൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാം അടുത്ത് തന്നെ ഉണ്ടാവും. സോ എടുത്തത് വരെ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക, വിട്ടിട്ടുള്ള വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്യുക. മാത്രമല്ല 15-ാം തീയതി മുതൽ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.